സംസ്ഥാനത്ത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനകം 5600-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും 70 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് മദ്യം വാങ്ങുന്നതിനുള്ള പ്രായപരിധി നിയന്ത്രണം കൂടുതൽ കർശനമാക്കാൻ സർക്കാർ നീക്കം. നോ ID, നോ എൻട്രി മാതൃകയിൽ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കുമ്പോൾ തൃശൂർ ജില്ലയിലെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഗുരുതര വീഴ്ചയെന്ന് ആക്ഷേപം. ഇന്ധനക്ഷാമം മുതൽ ഫണ്ട് ലഭ്യതക്കുറവ് വരെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ആരോപണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനകം 5600-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും 70 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ലഹരി നിർമ്മാർജ്ജനം ചെയ്യാൻ സമയമെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമാണ്. അവര് കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇതിനകം തന്നെ 5600-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു, 4500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം തന്നെ 70 കോടി രൂപയുടെ മയക്കുമരുന്നാണ് നമ്മൾ പിടിച്ചെടുത്തത്. ഏതാണ്ട് 50-ലധികം ആളുകളെ നമ്മൾ ആശുപത്രിയിലാക്കി റീഹാബിലിറ്റേഷന്റെ ഭാഗമായി. അതിനുവേണ്ടി കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളത്തിലെ പോലീസ് സേനയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സംസ്ഥാനത്ത് മദ്യം വാങ്ങുന്നതിനുള്ള പ്രായപരിധി നിയന്ത്രണം കൂടുതൽ കർശനമാക്കാൻ സർക്കാർ നീക്കം. നോ ID, നോ എൻട്രി മാതൃകയിൽ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. സംസ്ഥാനത്ത് മദ്യം വാങ്ങുന്നതിനുള്ള 23 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ഇതിന്റെ ഭാഗമായി മദ്യം വാങ്ങാൻ എത്തിക്കുന്നവർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുന്ന നടപടിയാണ് പരിഗണനയിലുള്ളത്. സംസ്ഥാനത്ത് മദ്യം വാങ്ങുന്നതിനുള്ള 23 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ഇതിന്റെ ഭാഗമായി മദ്യം വാങ്ങാനെത്തുന്നവർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുന്ന നടപടിയാണ് പരിഗണനയിൽ ഉള്ളത്. കർണാടകയിൽ നടപ്പിലുള്ള നോ ID, നോ എൻട്രി മാതൃകയാണ് കേരളത്തിലും നടപ്പാക്കാൻ ആലോചിക്കുന്നത്. മദ്യം വാങ്ങാനെത്തുന്നവരുടെ പ്രായത്തിൽ സംശയം തോന്നിയാൽ തിരിച്ചറിയൽ രേഖ ഹാജരാക്കേണ്ടി വരും. ഇത് സംബന്ധിച്ച ഫയൽ നിലവിൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. വിശദമായ ചർച്ചകൾക്ക് ശേഷമാകും വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. സംസ്ഥാനത്ത് ആദ്യം മദ്യം വാങ്ങുന്നതിനുള്ള പ്രായപരിധി 18 വയസ്സായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത് 21 വയസ്സായും 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 23 വയസ്സായും ഉയർത്തിയിരുന്നു. 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കരുതെന്ന ഉത്തരവ് നിലവിലുണ്ടെങ്കിലും അത് കർശനമായി നടപ്പിലാക്കപ്പെട്ടില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതോടെയാണ് പ്രായപരിധി നിയന്ത്രണം കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാൻ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുന്ന നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കുമ്പോൾ തൃശൂർ ജില്ലയിലെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ചയെന്ന് ആക്ഷേപം. ഇന്ധനക്ഷാമം മുതൽ ഫണ്ട് ലഭ്യതക്കുറവ് വരെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. സംസ്ഥാനത്ത് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നതിനിടെയാണ് തൃശൂർ ജില്ലയിലെ എക്സൈസ് വകുപ്പിനെതിരായി വ്യാപക വിമർശനം ഉയരുന്നത്. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനമെമ്പാടും ആഞ്ഞടിക്കുമ്പോൾ ശക്തി ചോർന്ന് തൃശൂർ ജില്ല. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട എക്സൈസ് വകുപ്പിനാണ് മെല്ലെപ്പോക്ക് നയം. ഭരണം മാറിയിട്ടും ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കിയിട്ടും ജില്ലയിൽ എക്സൈസ് സേന നിതാന്ത നിദ്രയിലാണ്. ജില്ലയിലെ എക്സൈസ് കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരാണ് വകുപ്പിലെ താഴേക്കിടയിൽ ചലിപ്പിക്കാൻ അമാന്തം കാട്ടുന്നത്. വിവിധ സ്റ്റേഷനുകളിലേക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നതിനോ രാസലഹരിയുടെ വ്യാപനം തടയാൻ ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കാനോ ജില്ലാ മേധാവികൾക്ക് കഴിയുന്നില്ലെന്നാണ് പരക്കെ ആക്ഷേപം. വിവിധ സ്റ്റേഷനുകളിൽ ഇന്ധനം നിറയ്ക്കാൻ നൽകേണ്ട പണം പോലും കുടിശ്ശികയാണ്. ലക്ഷങ്ങൾ കുടിശ്ശികയായതോടെ പണം നൽകാതെ ഡീസലും പെട്രോളും തരില്ലെന്ന് പമ്പുടമകൾ തീർത്തു പറഞ്ഞതോടെ ജില്ലയിലെ വിവിധ എക്സൈസ് വാഹനങ്ങൾ കട്ടപ്പുറത്താണ്. മുൻ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശികയാണ് സ്റ്റേഷനുകളിൽ ലഭിക്കാനുള്ളത്.
ലഹരിക്കെതിരെ പ്രഭാഷണം നടത്തി മുഖം രക്ഷിക്കുകയാണ് ഇപ്പോൾ വിവിധ എക്സൈസ് ഓഫീസുകളിലെ ഇൻസ്പെക്ടർമാരും പ്രിവന്റീവ് ഓഫീസർമാരും. പോലീസ് വകുപ്പിന് സർക്കാരിന്റെ നേരിട്ടുള്ള നിരീക്ഷണം ഉണ്ടെന്നിരിക്കെ ജില്ലയിലെ എക്സൈസ് വകുപ്പിന്റെ മെല്ലെപ്പോക്കിനെതിരെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അമർഷം ശക്തമാണ്. മീഡിയ ടൈം, മാള. തൃശൂർ അന്തിക്കാട്ടുകുളത്തിൽ ഓക്സിജൻ ലഭിക്കാതെ മീനുകൾ ചത്തുപൊങ്ങി. വലുതും ചെറുതുമായ അനേകം മീനുകളാണ് കുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചത്തുപൊങ്ങിയത്. ജലമലിനീകരണം പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വെള്ളത്തിൽ മാലിന്യങ്ങളുടെയും രാസവസ്തുക്കളുടെയും സാന്നിധ്യം ഇല്ലാതാക്കി കുളത്തിലെ വെള്ളം ശുദ്ധമാക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏകദേശം 4.5 ഏക്കർ വിസ്തൃതിയുള്ള അന്തിക്കാട്ടുകുളം നൂറുകണക്കിന് ആളുകൾ നിത്യവും ആശ്രയിക്കുന്ന ജലാശയമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി കുളത്തിലെ വെള്ളത്തിന് കടുത്ത ദുർഗന്ധവും നിറവ്യത്യാസവും ഉണ്ടായിരുന്നു. മുകളിൽ കട്ടിയുള്ള പാടയും രൂപപ്പെട്ടിരുന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള കുളമായതുകൊണ്ട് മാലിന്യ പ്രശ്ന പരിഹാരത്തിനായി ദേവസ്വത്തിനും കത്ത് നൽകി ജലപരിശോധന നടത്തുന്നതിനിടെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തത്. ജലമലിനീകരണം പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. 2 ദിവസമായിട്ടാണ് ഈ കുളത്തിലെ മീനുകൾ ഇങ്ങനെ ചത്തു പൊന്താനും ഇതായുള്ളത്. 10 കിലോ 5 കിലോ ഉള്ള മീനുകൾ ചത്തു പോകുന്നത്. ഇവിടെ കുടിവെള്ളവും ഈ കുളത്തിൽ നിന്ന് വരുന്ന ഇതാണത്. അതുകൊണ്ട് ഈ കുളമൊന്നും ശുദ്ധീകരിക്കാനായിട്ടല്ല, രാഷ്ട്രീയക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ജലം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് കാണിച്ച് നാട്ടുകാർ നേരത്തെ തന്നെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ക്ലോറിനേഷൻ സമയബന്ധിതമായി നടത്തണമെന്നും pH മൂല്യം ഉറപ്പുവരുത്തി ഭാവിയിലേക്കുള്ള കരുതലാക്കി മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സമീപ പ്രദേശത്തുള്ള കെട്ടിടങ്ങളിൽ നിന്നും ടെറസിൽ വീഴുന്ന വെള്ളം പൈപ്പ് വഴി കുളത്തിലേക്ക് ഒഴുക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴവിളവെടുപ്പ്, മഴവെള്ള സംഭരണം എന്ന പ്രക്രിയയിലൂടെ ഭൂഗർഭജലത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുവഴി വെള്ളത്തിലെ മാലിന്യങ്ങളുടെയും രാസവസ്തുക്കളുടെയും സാന്നിധ്യമില്ലാതാക്കി കുളത്തിലെ വെള്ളം ശുദ്ധമാക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തൃശൂർ പാണഞ്ചേരി മഞ്ഞക്കുന്നിൽ വൈദ്യുത പോസ്റ്റിൽ അറ്റകുറ്റപ്പണിക്കിടെ കരാർ ജീവനക്കാരന് തലകറക്കം അനുഭവപ്പെട്ട് പോസ്റ്റിൽ കുടുങ്ങി. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി സാഹസികമായി ജീവനക്കാരനെ സുരക്ഷിതമായി താഴെ ഇറക്കി. തൃശൂർ പാണഞ്ചേരി മഞ്ഞക്കുന്നിൽ KCBയുടെ അറ്റകുറ്റപ്പണികൾക്കിടെയാണ് അപകട സാഹചര്യം ഉണ്ടായത്. ഇലക്ട്രിക് പോസ്റ്റിൽ കയറി ജോലി ചെയ്യുന്നതിനിടെ KCB കരാർ ജീവനക്കാരനായ അരുൺ പെട്ടെന്ന് തലകറക്കം അനുഭവപ്പെട്ട് പോസ്റ്റിൽ തന്നെ കുടുങ്ങുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ സഹപ്രവർത്തകൻ ഉടൻ തന്നെ പോസ്റ്റിൽ കയറി അരുണിനെ താഴേക്ക് വീഴാതെ സുരക്ഷിതമായി പിടിച്ചു നിർത്തി. ഇതോടെ വലിയ അപകടം ഒഴിവായി. വിവരമറിഞ്ഞെത്തിയ തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം രക്ഷാപ്രവർത്തനം നടത്തി അരുണിനെ സുരക്ഷിതമായി താഴെ ഇറക്കി. തുടർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി കൂടുതൽ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. സമയോചിതമായ ഇടപെടലാണ് അപകടം ഒഴിവാക്കാൻ സഹായകമായത്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തമൊഴിവായി. അപകട സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കിയ ഡ്രൈവർ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ കുട്ടികളെയും അധ്യാപകരെയും ആദ്യം സുരക്ഷിതമായി പുറത്താക്കിയ ശേഷമാണ് വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞത്. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ഓറ AD5 സ്കൂളിലെ കുട്ടികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ഓറ AD5 സ്കൂളിലെ കുട്ടികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചാപ്പാറ ITCക്ക് കിഴക്കുവശത്ത് റോഡരികിലെ ചളിയിൽ ബസിന്റെ ചക്രം താഴ്ന്നുപോയതോടെയാണ് അപകട സാഹചര്യം രൂപപ്പെട്ടത്. അപകട സാധ്യത തിരിച്ചറിഞ്ഞ ഡ്രൈവർ ഷിഹാബ് ബസ്സിലുണ്ടായിരുന്ന 18 കുട്ടികളെയും 2 അധ്യാപകരെയും ഉടൻ തന്നെ സുരക്ഷിതമായി പുറത്തിറക്കി. യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയ ശേഷം ബസ് തിരികെ റോഡിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞത്. അപകട സമയത്ത് ബസ്സിനുള്ളിൽ കുട്ടികളോ അധ്യാപകരോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഡ്രൈവർ ഷിഹാബും പരിക്കുകളൊന്നുമേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലും മനസാന്നിധ്യവുമാണ് നിരവധി കുട്ടികളുടെ ജീവൻ രക്ഷിച്ചതെന്നാണ് നാട്ടുകാരും രക്ഷിതാക്കളും വിലയിരുത്തുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണൽ ദുരുപയോഗം നടത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണവുമായി BJP രംഗത്ത്.
ദേശീയപാത പദ്ധതിക്കായി ഉപയോഗിക്കേണ്ട മണൽ സ്വകാര്യ ഭൂമി നികത്താൻ ഉപയോഗിക്കുന്നുവെന്നും വിഷയത്തിൽ വിജിലൻസ് ഉൾപ്പെടെ അഴിമതി വിരുദ്ധ ഏജൻസികൾ സമഗ്ര അന്വേഷണം നടത്തണമെന്നും BJP ആവശ്യപ്പെട്ടു. ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി സ്വകാര്യ കമ്പനികൾ നടത്തുന്ന ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങളുടെ മറവിൽ ദേശീയപാത നിർമ്മാണത്തിനായി ഉപയോഗിക്കേണ്ട മണൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി നികത്താൻ ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് കൊടുങ്ങല്ലൂരിൽ BJP ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ LDF നടത്തുന്ന സമരം പൊതുതാൽപര്യം സംരക്ഷിക്കുന്നതിനാണോ അതോ സ്വകാര്യ കുത്തക താൽപര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ഉയരുന്നതായി BJP നേതാക്കൾ പറഞ്ഞു. ദേശീയപാത പദ്ധതിക്കായി ഉപയോഗിക്കേണ്ട പൊതുസമ്പത്ത് സ്വകാര്യ ചെമ്മീൻ കെട്ട് നികത്താൻ ഉപയോഗിക്കപ്പെടുന്നുവെന്ന ആക്ഷേപം അതീവ ഗൗരവമുള്ളതാണെന്നും ഈ സാഹചര്യത്തിൽ മണൽ നീക്കം തടയാനുള്ള സമരം ജനങ്ങളുടെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണെന്നും നേതാക്കൾ ആരോപിച്ചു. വലിയ ബാർജുകൾ വഴി പുഴയിലൂടെ മണൽ കൊണ്ടുപോകാൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ മുനിസിപ്പൽ റോഡുകളിലൂടെ അമിതഭാരമുള്ള ടോറസ് ലോറികൾക്ക് അനുമതി നൽകിയതിലൂടെ പൊതുമുതൽ നശിപ്പിച്ചുവെന്നും ഇതുമൂലം നഗരസഭാ റോഡുകൾ വ്യാപകമായി തകർന്നതായും BJP ആരോപിച്ചു. സംഭവത്തിൽ മുൻ MLAയുടെയും നഗരസഭ ഭരണസമിതിയുടെയും പങ്കുൾപ്പെടെ സാമ്പത്തിക ക്രമക്കേടുകളും സ്വാധീന ദുരുപയോഗവും സംബന്ധിച്ച് വിജിലൻസ് ഉൾപ്പെടെയുള്ള അഴിമതി വിരുദ്ധ ഏജൻസികൾ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. അമ്പഴക്കാട് സെന്റ് തോമസ് പള്ളിയിൽ മന്ത്രി OJ ജനീഷിനായി നേർന്ന നേർച്ച സഫലീകരിച്ച് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് OJ ജനീഷ് MLAയും പിന്നീട് മന്ത്രിയുമായതോടെ അദ്ദേഹത്തിന്റെ വിജയത്തിനായി മാസങ്ങൾക്ക് മുമ്പ് നേർച്ച നേർന്ന ഭക്തിപൂർവ്വം നിറവേറ്റിയ മാള യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സോണി ഫ്രാൻസിസ് ആണ്. OJ ജനീഷിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം തന്നെ അദ്ദേഹം വിജയിച്ച് നിയമസഭയിൽ എത്തണമെന്ന പ്രാർത്ഥനയോടെയാണ് മാള യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സോണി ഫ്രാൻസിസ് അമ്പഴക്കാട് സെന്റ് തോമസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായ്ക്ക് നേർച്ച നേർന്നത്. പിന്നീട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനീഷ് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായതോടെ മാസങ്ങൾക്ക് മുമ്പ് നേർന്ന ആ പ്രാർത്ഥനയുടെ സഫലീകരണമായി മന്ത്രി നേരിട്ടെത്തി അമ്പഴക്കാട് പള്ളിയിൽ നേർച്ച സമർപ്പിച്ചു. ചടങ്ങിൽ ഇടവക അംഗങ്ങളുമായും നാട്ടുകാരുമായും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുമായും മന്ത്രി സൗഹൃദം പങ്കിട്ടു. തന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന സഫലമായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും മന്ത്രി നേരിട്ടെത്തി നേർച്ച സമർപ്പിച്ചത് ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷമാണെന്നും സോണി ഫ്രാൻസിസ് പ്രതികരിച്ചു. സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചപ്പോൾ OJ ആണെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ലഭിച്ചത്. അന്ന് ഞാൻ എന്താ പറയുക വിളിച്ചാൽ വിളി കേൾക്കുന്ന തോമസ് ലീഹായുടെ, അതായത് അമ്പഴക്കാട് സെന്റ് തോമസ് ദേവാലയത്തിലെ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ തോമസ് ലീഹായോട് ഒരു കാര്യം വെച്ചു. എന്തായാലും നിയമസഭയിലേക്ക് ഞങ്ങളുടെ OJനെ എത്തിക്കണം, അത് എത്ര കഷ്ടപ്പെട്ടതായാലും എനിക്ക് നടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനൊരു നേർച്ച നേർന്നായിരുന്നു, ഒരു നേർച്ച നേർന്നു. ആ നേർച്ച അർപ്പിക്കാനായിട്ട് OJ ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ ദുഹറാന തിരുനാളാണ്. ഇത്രയും തിരക്കുകളുണ്ടായിട്ടും സാധാരണക്കാരനായ ഒരു എന്നെ പോലുള്ള ഒരു വ്യക്തിയുടെ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. അമ്പഴക്കാട് പള്ളി കമ്മിറ്റി അംഗം കൂടിയായ സോണി ഫ്രാൻസിസ് OJ ജനീഷ് മന്ത്രി എന്ന നിലയിൽ ജനസേവനത്തിന് നേതൃത്വം നൽകുന്നതിൽ അഭിമാനമുണ്ടെന്നും പറഞ്ഞു. രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം വിശ്വാസത്തിന്റെയും നന്ദിയുടെയും മാനുഷിക ബന്ധങ്ങളുടെയും സന്ദേശമാണ് ഈ ചടങ്ങ് നാട്ടുകാർക്ക് സമ്മാനിച്ചത്. മീഡിയ ടൈം മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അഷ്ടമിച്ചിറ GSHS ഇൻട്രാമ്യൂറൽ ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായി തുടക്കം. മത്സരത്തിൽ വിവിധ ടീമുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കായിക മികവും ടീം സ്പിരിറ്റും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ വിദ്യാർത്ഥികളുടെ ആവേശകരമായ പ്രകടനം ശ്രദ്ധേയമായി. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മത്സരങ്ങൾ വീക്ഷിക്കാനെത്തി. വിജയികളെ പിന്നീട് നടക്കുന്ന സമാപന ചടങ്ങിൽ ആദരിക്കും. വാശിയേറിയ അർജന്റീന ബ്രസീൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ടീമും കൊടകര മേള കലാ സംഗീത സമിതിയുടെ 16ാം വാർഷികാഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം നടത്തി. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറത്ത് പ്രകാശനം നിർവഹിച്ചു. മേള കലാകാരൻ പെരുവനം പ്രകാശൻ മാരാർ ഏറ്റുവാങ്ങി. കളമ്പത്തൂർ
വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വിജിൽ ആർ മേനോൻ, കലങ്ങാട്ട് ബാലകൃഷ്ണൻ, കൊടകര ഉണ്ണി, കൈലാസ് നന്ദിക്കര എന്നിവർ പ്രസംഗിച്ചു. ഓഗസ്റ്റ് 17 വാർഷികാഘോഷം. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ദുഃഖറാന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ പ്രസുതന്തി വാഴ്ച, തുടർന്ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ഫാദർ ഷാജി തെക്കേങ്കര മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ സജി വലിയ വീട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം ഊട്ടുനേർച്ച നടന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോയ് പെരേപ്പടൻ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ കയറി ഹാൻഡ്സ് ലേഡീസ് ക്ലബ്ബ് പ്രവർത്തകർ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പി രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. PTA നിർവാഹക സമിതി അംഗം PS നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മുൻ എക്സൈസ് ഇൻസ്പെക്ടർ KM അബ്ദുൽ ജമാൽ, ലൈല കുഞ്ഞുമൊയ്തീൻ, നൂർജഹാൻ മുഹമ്മദ്, സജീന സഫർ, ഫാത്തിമ ഗഫൂർ, പ്രധാന അധ്യാപിക രേഖ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനകം 5600-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും 70 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് മദ്യം വാങ്ങുന്നതിനുള്ള പ്രായപരിധി നിയന്ത്രണം കൂടുതൽ കർശനമാക്കാൻ സർക്കാർ നീക്കം. നോ ID, നോ എൻട്രി മാതൃകയിൽ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കുമ്പോൾ തൃശൂർ ജില്ലയിലെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഗുരുതര വീഴ്ചയെന്ന് ആക്ഷേപം. ഇന്ധനക്ഷാമം മുതൽ ഫണ്ട് ലഭ്യതക്കുറവ് വരെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ആരോപണം. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.